നൂറായിരം പ്രശ്നങ്ങളുടെ പെരുമഴയിൽപ്പെട്ട് നനഞ്ഞു കുതിർന്ന് നിൽക്കുമ്പോഴും മറ്റൊരാൾക്ക് പ്രശ്നം വരുമ്പോൾ അവർക്ക് കുട ചൂടിക്കൊടുക്കുന്ന ചില മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയും ചില മനുഷ്യരുണ്ട്. സ്വന്തം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് ഒരെത്തും പിടി ഇല്ല എങ്കിലും അന്യരുടെ പ്രശ്നങ്ങളിൽ കുരുക്കഴിച്ചു കൊടുത്ത് ആശ്വാസം കണ്ടെത്തുന്നവർ. അങ്ങനെ അപരൻ്റെ പ്രശ്നങ്ങളുടെ ഭാരം കൂടി സ്വന്തം ചുമലിലേറ്റുകൊണ്ടായിരിക്കും അവൻ്റെ മടക്കം. സ്വന്തം പ്രശ്നത്തിൻ്റെ ഭാരത്തിൻ്റെ കൂടെ അതുകൂടി അവർ ചുമക്കേണ്ടി വരും. എന്നിട്ടോ സ്വന്തം കാര്യം നോക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലേ എന്ന കുറ്റപ്പെടുത്തലായിരിക്കും മറ്റുള്ളവരിൽ നിന്ന് ഇത്തരം ആൾക്കാർക്ക് കേൾക്കാൻ കഴിയുക. മഴവെള്ളത്തിൽ ഒഴുകി നടക്കുന്ന കടലാസ് തോണിയിൽ ഇഴഞ്ഞ് ഉറുമ്പ് രക്ഷപ്പെടുന്നത് പോലെയാണ് ചില സമയങ്ങളിൽ ഇവരുടെ ജീവിതവും. ഉറുമ്പ് രക്ഷപ്പെടുമ്പോഴേക്ക് ആ കടലാസ് തോണി കുതിർന്ന് നനഞ്ഞു പോയിട്ടുമുണ്ടാവും. ശരിക്കും ഈ ലോകമെന്ന് പറയുന്നത് ഒരു വലിയ ചന്തയാണ്. സങ്കടങ്ങൾ വിൽക്കാനും സന്തോഷങ്ങൾ വാങ്ങുവാനും തിരക്ക് കൂട്ടുന്ന കുറേ ആൾക്കാരുടെ ചന്ത. ഇതിനിടയിൽ സങ്കടങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരെ മറന്നു പോവുകയാണ് പതിവ്. നമുക്ക് ചായാൻ തോൾ തരുന്നവരുടെ ഉള്ള് നാം ഒരിക്കലും മനസ്സിലാക്കാറില്ല. മുങ്ങിത്താഴ്ന്ന കടലാസ് തോണിയിൽ കയറിയിരുന്ന് ഉറുമ്പ് തൻ്റെ മറുവശത്തെത്തുമ്പോഴേക്കും ആ കടലാസ് തോണി നനഞ്ഞ് നശിക്കാറായിട്ടുണ്ടാകും. ആ ഉറുമ്പ് രക്ഷപ്പെടുകയും ചെയ്യും. രക്ഷപ്പെട്ട ഉറുമ്പ് ഒരിക്കലും താൻ രക്ഷപ്പെട്ട ആ കടലാസ് തോണിയെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. അങ്ങനെ തന്നെയാണ് ഈ ലോകത്തിൻ്റെ സ്ഥിതിയും. ഇങ്ങനെ ഒരാൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ചിലപ്പോൾ അത് നമ്മളായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന ഒരാളായിരിക്കാം. ഇങ്ങനെ ഒരാൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരാൾ നിങ്ങളാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലവ് യു ഓൾ. ബി ഹാപ്പി.